ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തേത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഏത് സോങ് ആണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതെ ഗൈസ്, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മൂൺ വാക്ക് മൂവിയിലെ സോങ് ആണ്. ആ സോങ് ആണ് ഗൈസ്, പ്രഭുദേവ സാറിൻ്റെ ഒരു സോങ് ആണ്. ആൻഡ് ഓൾസോ ഹീസ് ഡാൻസിങ് ഇൻ ടു ദാറ്റ് സോങ്. എന്താ പറയുക, എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് ഇപ്പോഴും ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന? സത്യം പറഞ്ഞാൽ ഞാനതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര മെൽറ്റായി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സോങ് ഞാനും റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡബിൾ റോളിൽ. പക്ഷെ അതെല്ലാവരും കണ്ടുപിടിച്ചു അതിൻ്റെ ട്വിൻ അല്ല എന്നുള്ളത്. ഷാഡോ നോക്കി നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു റീല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയമായതുകൊണ്ട് നിങ്ങളും വേഗം പോയി പഠിച്ച് ഈ ഒരു ട്രെൻഡിങ് റീല് അടിപൊളിയായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇതിലെ ഒരു ഹുക്ക് സ്റ്റെപ്പ്, അതായത് ഈ ഒരു പോർഷനാണ് മെയിനായിട്ട് ഇതിലിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും അത് പഠിക്കാം. എനിക്കറിയാം പ്രഭുദേവ സാറിൻ്റെ ഇതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതെന്തൊരു ലെഗ് വർക്കാണ്, എന്തൊരു ലെഗ് മൂവ്മെൻറ്റ്സ് ആണ്, സീനാണ്, പഠിക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഞാൻ ചെറിയ രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത്യാവശ്യം നിങ്ങൾക്ക് ഈസി ആക്കുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ റീക്രിയേഷൻ ഞാനിപ്പോൾ ഈ അടുത്ത് ചിരി തൊട്ട് നമ്മുടെ സർവ്വമായയിലെ ഒരു സോങ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റീക്രിയേഷൻ ആൾക്കാർ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് അക്കോർഡിംഗ് ടു മൈ പേഴ്സ്പെക്റ്റീവ്, നമ്മളിപ്പോൾ ഈ കവർ സോങ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. കവർ സോങ് പാടത്തില്ല, ഇപ്പോൾ ഒരു ഫിലിം സോങ് നമ്മൾ ആർട്ടിസ്റ്റുകൾ എടുത്തത് കവർ സോങ് അവരുടെ രീതിയിൽ പാടുന്നില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഡാൻസേഴ്സ് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ. എക്സാക്ട് കോപ്പി അല്ല നമ്മളത് ചെയ്യുന്നത്, ഡാൻസും അല്ലേ, അതൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു, നമ്മൾ ഇൻസ്പയർ ആകുന്നു, നമ്മൾ നമ്മുടെ വേർഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ഈ റീക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ സർവ്വമായയിലെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിനലിൽ വെല്ലാൻ പറ്റുന്നില്ല, ഒറിജിനൽ അടിപൊളി, ഒറിജിനലാണ് ഭയങ്കര ഫ്ലോലെസ്ലി കളിക്കുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. ഒറിജിനലിൻ്റെ കൂടെ ഒരു കോമ്പറ്റീഷൻ അല്ല നമ്മൾ റീക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കണ്ട് ഇൻസ്പയറായി അവർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വേർഷനിൽ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ റീക്രിയേഷൻ ഡാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതാണ് ഗൈസ് ഞാൻ ചെയ്തത്. ഓക്കെ, ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സോങ് തിയേറ്ററിൽ വന്നപ്പോൾ എന്നെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ റീക്രിയേഷൻ, അപ്പം നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ വളർന്നു വരുന്ന ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകും, എന്താണ് കാണുന്നത് അതിൻ്റെ എക്സാക്ട് റെപ്ലിക്കയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ഒരിക്കലല്ല മക്കളെ, നിങ്ങളൊരു ഡാൻസ് കാണുന്നു, അത് ഇൻസ്പയർ ആകുന്നു, അത് കളിക്കാൻ ശ്രമിക്കുന്നു ഉള്ളതിലാണ് കാര്യം. അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മളത് ചെയ്ത് നോക്കുന്നത്? നമ്മുടെ രീതിക്ക് നമ്മുടെ ഒരു സിഗ്നേച്ചർ അതിൽ വെക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ ഇടുന്നത് പോലെ ഇത് നിങ്ങൾ കണ്ട് എക്സാക്റ്റ് ഇതുപോലെ കോപ്പി അടിച്ച് ചെയ്യുക എന്നുള്ളതല്ല. സ്റ്റെപ്പ് പഠിക്കുക, കൗണ്ട് പഠിക്കുക, സോങ്ങിൻ്റെ ബീറ്റ് അനുസരിച്ച് സ്റ്റെപ്പ് പഠിക്കുക, എല്ലാം ചെയ്യുക. ആൻഡ് അത് നിങ്ങളുടെ രീതിക്ക് എത്രത്തോളം സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ഗ്രൂവ് കൊണ്ടുവരാൻ പറ്റുമോ ആ ഗ്രൂവിൽ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു വിഷയം എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ട്യൂട്ടോറിയൽസ് ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഇതുപോലെ തന്നെ ചെയ്തിലേക്ക് അയ്യേ വേണ്ട, പോസ്റ്റ് ചെയ്യേണ്ട, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റുക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഇത് തമിഴ് ആയതുകൊണ്ടാണ് നമുക്ക് തമിഴിൽ പേശലാമാ. തമിഴ് സോങ് എനിക്ക് നല്ലാവേ തമിഴ് തിരിയും ഗൈസ്. ഇപ്പോൾ കുറച്ച് ആളായിട്ട് കോയമ്പത്തൂരിലല്ലാത്തതുകൊണ്ട് തമിഴ് ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നില്ല. ബട്ട് ഞാൻ കുറച്ച് തമിഴിൽ സംസാരിക്കും, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയണേ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് മിറർ നോക്കിയിട്ടായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ കാണുക. ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. ഓക്കെ, ജസ്റ്റ് കാണാം. ചിലർക്ക് ഇത് കൺഫ്യൂഷനാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നോക്കിയാൽ മതി. ചേച്ചി ഇത് ചേച്ചിക്ക് കാണാൻ വേണ്ടിയിട്ടാണോ എന്ന്? അല്ല, നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിറർ വൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡാൻസ് പഠിപ്പിച്ചാൽ തന്നാൽ പോരെ. അപ്പോൾ നിങ്ങൾക്ക് കൈയും കാലും എവിടെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇതാകുമ്പോൾ എൻ്റെ ബാക്ക് എന്നെയല്ല നോക്കണ്ടേ, ഈ മിററിലുള്ള എന്നെ നോക്കണം.
ഓക്കെ യെസ്, മിററിലുള്ള തന്നെ. ഓക്കെ യെസ്. അപ്പോൾ ഇത് നിങ്ങളുടെ ലെഫ്റ്റ്, ഇത് നിങ്ങളുടെ റൈറ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡൗൺ, ഈ ഒരു പോസ്റ്ററാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, ലെഗ് നോക്കിക്കോ. 5 6 7 ഗോ. 1 2 3 and 4. ഓക്കെ, അത് 4 വരുമ്പോൾ അത് ജോയിനിങ് ആണ്. ഓക്കെ, 3 പ്രാവശ്യം നമ്മൾ ടാപ്പ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യുക, ടാപ്പ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യുക, ടാപ്പ് ചെയ്ത് ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ അത് ജോയിൻ ചെയ്യുക. ഓക്കെ യെസ്. ഇനി ഇതിൻ്റെ ഹാൻഡ് നോക്കിക്കോ. 1 2 3 4 നമ്മൾ ക്ലാപ്പ് ചെയ്യുന്നതാണ്, പക്ഷേ ഈ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ക്ലാപ്പ് ചെയ്യും. ലെഫ്റ്റ് ഇവിടെ തന്നെ സ്റ്റേബിളാക്കി വെക്കുക. ഓക്കെ, അതായത് 1 2 3 4 5 6 7 8 1 2 3 4. അപ്പം എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 5 6 7 ഗോ. 1 2 3 4 5 6 7 8 1 2 3 4. ഓക്കെ, 3 പ്രാവശ്യം അത് ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്റ്റാൻഡ്. ഓക്കെ, സ്റ്റാൻഡ്, ദെൻ ഹിപ്പ് റോൾ, ദെൻ 2 ലെഗും കൂടെ ഇൻ. ഓക്കെ, ഇൻ ചെയ്യാം. ഓക്കെ, പിന്നെ ലെഗ്, ദെൻ നിൽക്കുന്നതല്ല, ആക്ച്വലി നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് 2 ടൈംസ് ഉണ്ട്. ഇപ്പൊ സ്റ്റെപ്പ് മനസ്സിലായി? നമുക്ക് ഒന്നുകൂടെ ചെയ്താലോ. 5 6 7 ഗോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഓക്കെ, കിട്ടിയോ? 10 വെച്ചമ്മ, നാം 8 വെച്ചമ്മ. അപ്പോൾ ഇത് എഗെയിൻ ഇത് ചെയ്യണം. ഓക്കെ, അതായത് ഇറ്റ്സ് കണ്ടിന്യൂസ്. അതായത് സെക്കൻഡ് ടൈമും സെയിം സാധനം തന്നെയാണ്. നിങ്ങൾ പെയറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർ ചെയ്യുന്ന പോലെ റൗണ്ടായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ പേരുണ്ടായിരുന്നത്, അതുകൊണ്ട് റൗണ്ട് ചെയ്യാൻ നമ്മളൊരു ശ്രമം നടത്തി നോക്കി, പക്ഷെ നല്ല കുളമായിപ്പോയി. അതുകൊണ്ട് ഓരോരോ ഷോർട്ട് വൈസ് ഇങ്ങനെ കാണിച്ച്. ഓക്കെ, അതായത് എഗെയിൻ ഇറ്റ്സ് ലൈക്ക് 5 6 7 go. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഓക്കെ, അതിനൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇങ്ങോട്ട് വന്നു, ദെൻ ഒരു പോസ് കൊടുക്കുക ഫ്രണ്ടിലേക്ക്. അതായത് ലെഫ്റ്റ് ഹെഡിൽ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് നേരെ ഫ്രണ്ടിലേക്ക്. ഓക്കെ, അങ്ങനെ 2 ടൈംസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ചെയ്താലോ. 5 6 7 go. Na 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 na. So the next move guys, leg movement ആണ്. സോ എങ്ങനെയാണെന്ന് നോക്കിക്കോ. ഫസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ലെഗ്, ഓക്കെ, നിങ്ങളുടെ ബോഡി പൊസിഷൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നിൽക്കുക, ഡയമെൻഷൻ ടുവേർഡ്സ് യുവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ യെസ്. ഇനി നിങ്ങളുടെ ഫസ്റ്റ് ലെഗ് എന്ന് പറയുന്നത് റൈറ്റ് ആണ്. ഈ റൈറ്റ് ഹീലിലാണ് ആദ്യം. ഓക്കെ, അതായത് ഹീൽ ടോ. ലെഫ്റ്റ് ഇതിൽ വരും, ടോയിൽ വരും. അതായത് ഹീൽ ടോ, ഹീൽ ടോ. നെക്സ്റ്റ് ഏതാ? ലെഫ്റ്റ്. ആദ്യം നോക്കിക്കോ, റൈറ്റ് ലെഫ്റ്റ്, പിന്നെ ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം ചെയ്യുന്നത് ഹീലിലും നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുന്നത് ടോയിലുമാണ്. ഓക്കെ യെസ്. 5 6 7 ഗോ. ഹീൽ ടോ, ഹീൽ ടോ, ഹീൽ ടോ. 3 പ്രാവശ്യം. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഈ ലെഫ്റ്റ് ലെഗിലെ അത് ജസ്റ്റ് സ്ലൈഡ് ആൻഡ് റൈറ്റ് ഓൺ യുവർ ടോ. ഓക്കെ യെസ്. കൺഫ്യൂഷൻ വേണ്ട, സ്ലോലി ചെയ്ത് നോക്കിയാൽ മതി. 5 6 7 ഗോ. ഹീൽ ടോ, ഹീൽ ടോ, ഹീൽ ടോ, സ്ലൈഡ് ആൻഡ് ടോ. ഓക്കെ, കിട്ടിയോ? യെസ്. എഗെയിൻ ഇറ്റ്സ് റിപ്പീറ്റിംഗ്. ഓക്കെ, അതായത് എഗെയിൻ 2 ടൈംസ് തന്നെ ചെയ്യുക. അതായത് ഹീൽ ടോ, ഹീൽ ടോ. ഓക്കെ, 2 പ്രാവശ്യം ചെയ്താൽ മതി. 3-മത്തേത് ചെയ്യണ്ട. ആ 3-മത്തേൽ സ്റ്റാൻഡ് ചെയ്യുക. സ്റ്റാൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റൈറ്റ് ലെഗ് ഔട്ട്, ലെഫ്റ്റ് ലെഗും ഔട്ട്. അതായത് 1 2 2 ലാൻഡ് ചെയ്ത് നിൽക്കുന്നു, ഒന്ന് നമ്മുടെ ഹീലിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവ് ലൈക്ക് ഇന്ന് ചെയ്യുക, ദെൻ ഇതും ഇൻ ചെയ്യുക. അതായത് 1 2 1 2 1 2. ഓക്കെ, അതായത് സ്റ്റാൻഡ് ചെയ്യുക, ഔട്ട് ഇൻ, സ്റ്റാൻഡ് ഔട്ട് ഇൻ, സ്റ്റാൻഡ് ഔട്ട് ഇൻ. ഓക്കെ യെസ്.
അത് സ്ലോ ചെയ്ത് പഠിച്ചു നോക്കിയാൽ മതി. ഓക്കെ, സ്റ്റാൻഡ് ഹൗ ഇൻ, ദെൻ എഗെയിൻ സെയിം ബീറ്റ് ഈസ് കമ്മിങ്. പക്ഷെ സ്റ്റെപ്പിന് ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഹീൽ ഹീൽ ടോന് പകരം ഹീൽ ജസ്റ്റ് സ്ലൈഡ് സ്ലൈഡ് ടോ സ്ലൈഡ് ടോ സ്ലൈഡ് ടോ സ്ലൈഡ് ടോ. ഓക്കെ, അത് 4 times അല്ല, ബിക്കോസ് ഇത് ലിറിക്കൽ വീഡിയോ ആയതുകൊണ്ട് ദ സ്റ്റെപ്പ് ഇസ് നോട്ട് ഷോയിങ് ദ, ബട്ട് യു ക്യാൻ ഡു 4 times ദാറ്റ്. ഓക്കെ, അതായത് 5 6 7 ഗോ 1 2 3 4 5 6 7 8. ഓക്കെ, 4 times എടുത്തു. 4 times എടുത്തതിന് ശേഷം ഞാൻ റീലിൽ ചെയ്ത സ്റ്റെപ്സ് നോക്കിക്കോ. ജസ്റ്റ് സ്റ്റാൻഡ് ചെയ്തിട്ട് ഐ എം ഡൂയിങ് ലൈക്ക് 1 2 3 4. അതായത് എൻ്റെ റൈറ്റ് ലെഗ് കൊണ്ട് ജസ്റ്റ് ക്രോസിങ് ലൈക്ക് 1 2 3 4. And I'm placing my left hand on my chest level. It's like 1 2 3 4. Okay, then 5 6 7 8. Just ഒരു ഹിപ്പിൽ ഒരു ഹിറ്റ്, then I'm just run like 1 2 3 4. ഓക്കെ, സോ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈ ലെഗ് മൂവ്മെൻറ്റ്. പക്ഷെ നിങ്ങളിത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഓക്കെ, യെസ്, വിൽ ഡു ഇറ്റ് ഫ്രം ദ ബിഗിനിങ്. യെസ്, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. കൗണ്ടിൽ 5 6 7 ഗോ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 4 5 6 7 8. ഓക്കെ, ഇറ്റ് സ്പീഡ് ആക്ച്വലി. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൗണ്ടിൽ ഇപ്പോൾ സ്ലോ ആയിട്ട് എടുത്തത്. ഓക്കെ, യെസ്. ആൻഡ് അനദർ തിങ് ഇസ് ദാറ്റ് ഇപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ടേക്ക് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഒരു ബെല്ലി കൈൻഡ് ഓഫ് മൂവ്മെൻ്റ് ആണ്. ആൻഡ് അത് ഞാൻ ചെയ്തത് വേറൊരു കോസ്റ്റ്യൂം കൂടി ഇട്ടിട്ടായിരുന്നു, ട്വിന്നാണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെഗ് മൂവ്മെൻറ്റ്സ് നോക്കിക്കോ. ഫസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ഫ്രണ്ടിൽ എടുത്ത് വെക്കുക. എടുത്ത് വെക്കുമ്പോൾ തന്നെ 2 ലെഗും, അതായത് ലെഫ്റ്റും റൈറ്റും ഔട്ടാണ്. നോക്കിക്കോ, 1 കണ്ടോ, എടുത്ത് വെക്കുമ്പോൾ ഔട്ടാണ്. അതായത് 1 then 2. ഓക്കെ, എഗെയിൻ ഇറ്റ്സ് കമ്മിങ് ടു ദ ഫസ്റ്റ് പൊസിഷൻ, അതായത് ജോയിൻ ആയി. അതായത് 1 2 3 4. ഫ്രണ്ടിൽ പോയി സ്ട്രെയിറ്റ് വന്നു, ബാക്കിൽ പോയി സ്ട്രെയിറ്റ് വന്നു. 1 2 3 4. ഓക്കെ, യെസ്, ഇങ്ങനെയാണ് മൂവ്മെൻറ്റ്. 1 2 3 4. ഔട്ട് ഇൻ ഔട്ട് ഇൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ്. സോ ആ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡാണ് ഫസ്റ്റ്. അതായത് നോക്കിക്കോ, 1 2 3 4 5 6. ഏത്ത് ചെയ്യുമ്പോൾ ജസ്റ്റ് മൂവ്മെൻറ്റ് ഡിഫറൻസ്, ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് ലൈക്ക് ഏത്ത്. എഗെയിൻ ഇറ്റ്സ് റിപ്പീറ്റിംഗ് 1 2 3 4 5 6 ഏത്ത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് സെയിം തന്നെയാണ്. റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നുമെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ടിൽ പോയില്ലേ, ലൈക്ക് 1 2 then 3 4. ഓക്കെ, സൈഡിൽ, അതായത് നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് ബോഡി ജസ്റ്റ് ടിൽറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പിടിക്കുക. ദെൻ 3 4. ടാറ്റ കൊടുക്കുക 2 പ്രാവശ്യം. ഓക്കെ, 3 4. യെസ്, 5 6 7 ഗോ 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഏത്ത് ലാസ്റ്റത്തെ ജസ്റ്റ് ഹിപ്പും കൊണ്ട് ഹിറ്റ്. ഓക്കെ, സോ ഇതാണ് ആ ഒരു ബെല്ലി മൂവ്മെൻറ്റ്സ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു റീലിൻ്റെ ട്യൂട്ടോറിയൽ ആയിരുന്നു ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഈ റീലൊന്ന് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ബാക്ക് ടു ബാക്ക് വരുന്നതെന്ന്. ആൻഡ് ഓരോന്നും ബ്രേക്ക് ഡൗൺ ചെയ്ത് പയ്യെ പഠിക്കുക ആൻഡ് ഒരുമിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ നല്ല സപ്പോർട്ടാണ് ട്യൂട്ടോറിയൽ വീഡിയോസിന് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് ഏത് ട്യൂട്ടോറിയലാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.